നമസ്കാരം. പ്രീത സീസണൽ ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെടി പ്രേമികളെ ഉദ്ദേശിച്ച്, പ്രത്യേകിച്ച് റോസാ പ്രേമികളെ ഉദ്ദേശിച്ചുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ റോസ വാങ്ങിക്കും, നല്ല ഫ്ലവറൊക്കെ ഇങ്ങനെ കൊലയായിട്ട് ഇരിക്കുന്ന കണ്ടത് വാങ്ങിക്കും. പക്ഷെ വീട്ടിൽ കൊണ്ടുവന്ന് 2 മാസം കഴിയുമ്പോഴത്തേക്കും ഈ പൂക്കളൊക്കെ കൊഴിഞ്ഞ് ചെടിയുടെ ഇലയൊക്കെ കൊഴിഞ്ഞ് വൃത്തികേടായി ചെടി ഉണങ്ങി പോകും. അതിനുള്ള ഒരു പരിഹാരമായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കാണാം. അതിന് ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച റോസയാണ് ഞാൻ ഈ രീതിയിൽ നട്ട് നിങ്ങളെ കാണിച്ചിട്ട് നട്ട ശേഷം എൻ്റെ ഫ്ലവർ വന്നിരിക്കുന്ന മുട്ട് വിടർന്നു വരുന്നതേ ഉള്ളൂ. ഒരു കമ്പുള്ള ഒരു കമ്പിൽ വേറൊരു റോസ ഗ്രാഫ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കണ്ടോ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച റോസയാണ്. 3 വെറൈറ്റി റോസാണ്. ഇതാണ് ഒരു യെല്ലോയും വയലറ്റ് അല്ല, ബ്രൗണോട് ചേർന്നുള്ള ഷെയ്ഡുള്ളതാണ്. ഇതാണെങ്കിൽ ശരിക്കും റെഡ് ഉള്ളതാണ്, തുണങ്ങിക്കഴിഞ്ഞു. ഇത് നമുക്ക് വലിയ റെഡ് കളറുള്ള ഫ്ലവറാണ്. അപ്പൊ ഈ ഫ്ലവർ ഇങ്ങനെ നല്ലതായിട്ട് നിൽക്കുന്നത് കാണുമ്പോഴാണ് നമ്മളെല്ലാവരും ഈ റോസ വാങ്ങിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ വീട്ടിൽ കൊണ്ട് നട്ട് കഴിയുമ്പോഴത്തേക്കും ഈ ചെടി ഉണങ്ങി കുരുടിച്ച് 1-2 മാസം പൂ തരും, പിന്നെ ചെടി കംപ്ലീറ്റ് ഉണങ്ങി പോയി. ആദ്യം ഇതിന്റെ ഇലയൊക്കെ ആണെങ്കിൽ ഇതുപോലൊക്കെ ഇങ്ങനെ ഉണ്ടാവും, പച്ച ഇല മഞ്ഞ കളർ വരും, പിന്നെ അത് ബ്ലാക്ക് ഡോട്ട് വരും, അത് അങ്ങനെ പോകും. അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് റോസാ പ്രേമികൾക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ആദ്യമായിട്ട് നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന റോസ നമുക്ക് ഇതേപോലെ ഇവിടെ നട്ടു വെക്കാൻ പാടില്ല. ഇതിനകത്താണെങ്കിൽ ഇത് ഗാർഡൻ സോയിൽ എന്ന് പറയുന്ന ഒരു മണ്ണാണ്. ഇത് ഭയങ്കര പശയാണ്. കണ്ടോ, ഇതിനെ ആദ്യം നമ്മൾ വെള്ളത്തിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് കൊതുക്കുക. 1/2 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് കൊതുത്തു വരും. എന്നിട്ട് ഈ മണ്ണെല്ലാം മാറ്റിക്കളഞ്ഞ ശേഷം വേണം നടാൻ. അതെങ്ങനെയാണെന്ന് കാണിക്കാം. അതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ വെച്ച ഒരു റോസയാണ്. അതുകൊണ്ടൊക്കെ എൻ്റെ കണ്ടോ, അതിന് മുമ്പേ വേണ്ടി ഇങ്ങനെയുള്ള ഇലകളും റോസ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല ഹെൽത്തി ആയിട്ടുള്ള റോസൊക്കെ വേണം വാങ്ങാൻ. ഈ മുരടിച്ചതും പുഴുക്കളും ഒന്നും ഉള്ളത് വെക്കാൻ പാടില്ല. ഇങ്ങനെ എന്തെങ്കിലും അത് കണ്ടിട്ടുണ്ട്, അതായത് ആ ഇലയെല്ലാം അങ്ങ് കട്ട് ചെയ്ത് വൃത്തിയാക്കും. കണ്ടോ, എന്നിട്ട് 2 മുട്ട ഉണ്ട്. ഇത് മുട്ട നിർത്തിയിട്ട് കാര്യമില്ല, നമുക്ക് അല്പം കൂടെ താത്ത് വെച്ച് കണ്ടിക്കാൻ ഒരു ചെടിയെ ഗ്രാഫ്റ്റ് ചെയ്യാൻ കട്ട് ചെയ്ത് കണ്ടോ. ഇതെല്ലാം 1-2 ഇലയൊക്കെ ഉണ്ട്, ഇതൊക്കെ കട്ട് ചെയ്ത് ചെടിയൊന്ന് വൃത്തിയാക്കി. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഈ ചെടി നമ്മൾ ഈ ഗാർഡൻ സോയിൽ മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ ഇത് വെള്ളത്തിൽ വെച്ച് 1/2 മണിക്കൂർ വെള്ളത്തിൽ വെച്ച ശേഷം എടുത്താണ്. ഇനി നമുക്ക് പതിവത്തെ ഇതിന്റെ മണ്ണെന്ന് കളയാം. കണ്ടോ, ഇങ്ങനെ ചെടി അറിയരുത്. നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ ഊരി വന്നുകൊണ്ടിരിക്കും. പെട്ടെന്ന് വലിച്ചെടുക്കരുത്, പതുക്കെ എടുക്കുക. കണ്ടോ, ഈ പശന്ന് ശരിക്കും അങ്ങ് നല്ല പശയുള്ള മണ്ണാണ്. അതുകൊണ്ട് ഇങ്ങനെ വെള്ളത്തിൽ വെച്ച ശേഷം മാത്രമേ ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ പ്രസ് ചെയ്ത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ഒരു കാരണവശാൽ ഈ ചെടി വലിച്ചെടുക്കാൻ പാടില്ല. ഇങ്ങനെ വെളിയിലേക്ക് പോന്നിട്ടുണ്ട്. നമ്മുടെ ചെടി ഇപ്പം മണ്ണൊക്കെ മാറ്റിയിട്ട് പതുക്കെ എന്തെങ്കിലും നമ്മുടെ ഗാർഡനിന്റെ എന്തെങ്കിലും സാധനം കൊണ്ടുവന്ന് മണ്ണ് തട്ടിക്കൂടെ. ഈ മണ്ണെല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. കണ്ടോ, ഈ മണ്ണ് ഇങ്ങനെ ഇരുന്ന് നട്ടു കഴിഞ്ഞാൽ ഈ ചെടി ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്ക് ഉണങ്ങി അതിന്റെ പോക്കിന് പോകും. കണ്ടിന് ചെറുതായിട്ട് വെള്ളത്തിൽ വെച്ച് നമുക്ക് വാഷ് ചെയ്യാവുന്നേ. കണ്ടോ, അതാണ് ചെടി ഞാൻ വെള്ളത്തിൽ മുക്കി കഴുകി എടുത്തിട്ടുണ്ട്. കണ്ടോ, വേരെല്ലാം റെഡി ആയിട്ടുണ്ട്. മണ്ണൊന്നും അധികം ഇല്ല. ഇനി എന്ത് ചെയ്യണമെന്ന് നോക്കാം. ഇത് ഞാൻ അഗ്രോബാസൻ ഓർക്ക് നടാൻ വേണ്ടി വാങ്ങിയാണ്. ഇത് നമുക്ക് ഇതിന്റെ അടിയിലേക്ക് ചട്ടിയുടെ അടിയിലേക്ക് ഇടാം കുറച്ച്. അപ്പൊ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കരുത്, ഒഴുകി പോകാൻ വേണ്ടിയിട്ട്. ഇത് നല്ല ഹോളുള്ളൊരു സാധനം. കണ്ടോ, അതിനുശേഷം നമ്മൾ കുറച്ച് ഉണക്കിയില. ഇതെന്തിനാ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതെന്ന് ചോദിച്ചാല് ഇതിന് ക്രമേണ ഇത് പിന്നെ പൊടിഞ്ഞ് ദ്രവിച്ച് ഇത് ചെടിക്ക് വളമേ മാറും. ഞാൻ ആദ്യം അതിൻ്റെ അടിയിലുണ്ടെന്ന് തൊണ്ട ഉണങ്ങിയതാണ്. അഗ്രോബാസലൊക്കെ വാങ്ങാൻ കിട്ടും. അത് എനിക്ക് കിട്ടണത് ഇട്ടാൽ നിങ്ങൾക്ക് അതിന് പകരം ഉണങ്ങിയ ചകിരി ഇടാം. വെള്ളം മാറി നിങ്ങൾ പൊക്കോളും. അതിന് മുകളിൽ കുറച്ച് ഉണങ്ങിയല, ഏതെങ്കിലും കുറച്ച് ഉണങ്ങിയല ഇട്ടാൽ മതി. അതിനുശേഷം കുറച്ച് മണ്ണിടും. എന്നിട്ട് നമുക്ക് ഈ റോസ കമ്പിനെ ഇതിലേക്ക് വെക്കാം. ഈ റോസ ചെടിയെ ഇതുപോലെ കനകാതെ പതുക്കെ ഇതിലേക്ക് വെക്കാം. വെച്ച ശേഷം ഇത് മണ്ണ്, ചാണകപ്പൊടി, പിന്നെ പച്ചക്കറി വേസ്റ്റ് എല്ലാം കൂടെ ഉണങ്ങിയ കമ്പോസ്റ്റ് എല്ലാം കൂടെ ചേർത്തുള്ളൂ. അത് മിശ്രിതമാണ്. ഇത് നമുക്ക് അതിലേക്ക് നിറച്ചു കൊടുക്കും. അത്യാവശ്യം ഈ ചെടിക്ക് വളരാൻ വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും ഇതിലേക്കുണ്ട്. പതുക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട്
ഇങ്ങനെ വെച്ച് കൊടുക്കും. ഇങ്ങനെ കുറച്ച് ഇലയും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഉണങ്ങിയാണെങ്കിൽ ഇങ്ങനെ പൊടിഞ്ഞ ഇലയാണ്. എന്ത് ഇല വേണേലും യൂസ് ചെയ്യാം. ഇതിപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് ഞാനത് ഇട്ടു. ഇങ്ങനെ ഇട്ടുപോയി. വേണമെങ്കിൽ ഒരു ശകലം മണ്ണൂടെ വേണേ ഇടാം. ഇത്രയേ ഉള്ളൂ. ഈ ചെടിയുടെ നടിയിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ മൂട് അനങ്ങരുത് ഒരു കാരണവശാലും. എന്നിട്ട് ഈ ചെടിയെ തണലത്തേക്ക് വെക്കണം. ഒരാഴ്ചക്കാലം. പിന്നെ നല്ല തണലിൽ ചെറിയ ഷെയ്ഡിൽ വെക്കുക. ചെറിയ വെയിലിന് കൊള്ളാം. നല്ല കെയറിങ് ഒരാഴ്ചത്തേക്ക് ഉണ്ടാകും. അതിന് ശേഷം ഈ ചെടി നട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം ഇലയൊക്കെ ഉണങ്ങി പൊടിഞ്ഞ് റെഡിയാവും. അപ്പം വീണ്ടും മണ്ണും വളം ഇട്ട് കൊടുക്കാം നമുക്ക്. ഇങ്ങനെ എടുത്തുകൊണ്ട് ഈ ചെടി നന്നായിട്ട് ഒരു കൊല നിറച്ച് ഇഷ്ടം പോലെ മുട്ടുകളും ഉണ്ടാകും, പൂക്കളും ഉണ്ട്. ഇത് ഉണങ്ങി പോകുകയില്ല. ഇത് വർഷങ്ങളോളം നിലനിൽക്കും.